ഓം ശാന്തി 25/3/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾ ബാബയുടെ കുട്ടികൾ, അധികാരികളാണ്. നിങ്ങൾ ബാബയിൽ ശരണം പ്രാപിക്കുന്നൊന്നുമില്ല. കുട്ടി ഒരിക്കലും അച്ഛന്റെ ശരണത്തിൽ പോകില്ല. ചോദ്യം: ഏത് കാര്യം സദാ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മായ ബുദ്ധിമുട്ടിക്കില്ല? ഉത്തരം: നമ്മൾ ബാബയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ബാബ നമ്മുടെ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. പക്ഷേ നിരാകാരനാണ്. നമ്മൾ നിരാകാര ആത്മാക്കളെ പഠിപ്പിക്കുന്നത് നിരാകാരനായ ബാബയാണ്. ഇത് ബുദ്ധിയിൽ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും. പിന്നെ മായ ബുദ്ധിമുട്ടിക്കുകയില്ല. ഓം ശാന്തി. ത്രിമൂർത്തി അച്ഛൻ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ത്രിമൂർത്തി അച്ഛനാണല്ലോ. 3 പേരെയും രചിക്കുന്ന ആ ബാബ സർവരുടെയും അച്ഛനാണ്. എന്തുകൊണ്ടെന്നാൽ ഉയർന്നതിലും ഉയർന്നത് ബാബ മാത്രമാണ്. നമ്മൾ ബാബയുടെ കുട്ടികളാണെന്ന് കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. എങ്ങനെയാണോ ബാബ പരംധാമത്തിൽ വസിക്കുന്നത്, അതുപോലെ നമ്മൾ ആത്മാക്കളും അവിടുത്തെ നിവാസികളാണ്. ബാബ ഇതും മനസ്സിലാക്കി തരുന്നു. ഇത് ഡ്രാമയാണ്. എന്താണോ സംഭവിക്കുന്നത് അത് ഡ്രാമയിൽ ഒരേ ഒരു തവണയാണ് സംഭവിക്കുന്നത്. ബാബയും ഒരു തവണ മാത്രമാണ് പഠിപ്പിക്കാനായി വരുന്നത്. നിങ്ങൾ ഒരു ശരണാഗതിയും സ്വീകരിക്കുന്നില്ല. ഈ വാക്ക് ഭക്തി മാർഗത്തിലെയാണ്. നീയേ ശരണം. മക്കൾ എപ്പോഴെങ്കിലും അച്ഛന്റെ ശരണം സ്വീകരിക്കുമോ? കുട്ടികളാണെങ്കിൽ അധികാരികളുമാണ്. നിങ്ങൾ കുട്ടികൾ ബാബയുടെ ശരണത്തിലാവുന്നില്ല. ബാബ നിങ്ങളെ തന്റേതാക്കി മാറ്റുന്നു. കുട്ടികൾ ബാബയെ തന്റേതാക്കി മാറ്റുന്നു. നിങ്ങൾ കുട്ടികൾ ബാബയെ വിളിക്കുകയും ചെയ്യുന്നു. ബാബ വരൂ, ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ, അല്ലെങ്കിൽ രാജ്യഭാഗ്യം നൽകൂ. ഒന്ന് ശാന്തിധാമം, രണ്ടാമത്തേത് സുഖധാമം. സുഖധാമം ബാബയുടെ സമ്പത്തും ദുഃഖധാമം രാവണന്റെ സമ്പത്തുമാണ്. 5 വികാരങ്ങളിൽ അകപ്പെടുന്നതിലൂടെ ദുഃഖത്തോട് ദുഃഖമാണ്. ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി, നമ്മൾ ബാബയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്. പക്ഷേ നിരാകാരനാണ്. നമ്മൾ നിരാകാര ആത്മാക്കളെ പഠിപ്പിക്കുന്നത് നിരാകാരൻ തന്നെയാണ്. ബാബ ആത്മാക്കളുടെ അച്ഛനാണ്. ഇത് സദാ ബുദ്ധിയിൽ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സന്തോഷം വർദ്ധിക്കും. ഇത് മറക്കുന്നതുകൊണ്ടാണ് മായ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ബാബയുടെ അടുത്ത് ഇരിക്കുകയാണ്. അതിനാൽ ബാബയെയും സമ്പത്തിനെയും ഓർമ്മ വരണം. ലക്ഷ്യം ബുദ്ധിയിലുണ്ടല്ലോ. ശിവബാബയെയാണ് ഓർമ്മിക്കേണ്ടത്. കൃഷ്ണനെ ഓർമ്മിക്കുക എന്നത് വളരെ സഹജമാണ്. ശിവബാബയെ ഓർമ്മിക്കുന്നതിൽ തന്നെയാണ് പരിശ്രമമുള്ളത്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. അഥവാ കൃഷ്ണനുണ്ടെങ്കിൽ കൃഷ്ണന് മുന്നിൽ എല്ലാവരും ഉടൻ ബലിയാകും. പ്രത്യേകിച്ച് മാതാക്കളാണെങ്കിൽ കൃഷ്ണനെ പോലെയുള്ള കുട്ടിയെ ലഭിക്കാനും കൃഷ്ണനെ പോലെയുള്ള പതിയെ ലഭിക്കാനും ഒരുപാട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് കൃഷ്ണനെ പോലുള്ള കുട്ടി അഥവാ പതിയെ ലഭിക്കും. അർത്ഥം, കൃഷ്ണനെ പോലെ ഗുണവാൻ, സർവഗുണസമ്പന്നൻ, 16 കലാ സമ്പൂർണമായ സുഖം നൽകുന്ന ആളെ നിങ്ങൾക്ക് ലഭിക്കും. സ്വർഗം അഥവാ കൃഷ്ണപുരിയിൽ സുഖം തന്നെ സുഖമാണ്. കൃഷ്ണപുരിയിലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ പഠിക്കുകയാണെന്ന് കുട്ടികൾക്കറിയാം. സ്വർഗത്തെ തന്നെയല്ലേ എല്ലാവരും ഓർമ്മിക്കുന്നത്. ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ഇന്നയാൾ സ്വർഗവാസിയായി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സന്തോഷം ഉണ്ടായിരിക്കണം, കൈയടിക്കണം. നരകത്തിൽ നിന്നും മാറി സ്വർഗത്തിലേക്ക് പോയി. ഇത് വളരെ നല്ല കാര്യമാണ്.
ആരെങ്കിലും പറയുകയാണ്, ഇന്നയാൾ സ്വർഗത്തിലേക്ക് പോയി. അപ്പോൾ പറയൂ, എവിടെ നിന്ന് പോയി? തീർച്ചയായും നരകത്തിൽ നിന്നാണ് പോയത്. ഇത് തന്നെ വളരെ സന്തോഷത്തിന്റെ കാര്യമാണ്. എല്ലാവരെയും വിളിച്ച് തോളിക്കൊടുക്കണം. പക്ഷെ ഇതാണെങ്കിൽ വിവേകത്തിന്റെ കാര്യമാണ്. 21 ജന്മത്തേക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് പോയി എന്ന് അവർ ഒരിക്കലും പറയുകയില്ല. കേവലം പറയുന്നു, സ്വർഗത്തിൽ പോയി. ശരി, പിന്നെ എന്തിനാണ് അവരുടെ ആത്മാവിനെ ഇവിടേക്ക് വിളിക്കുന്നത്, നരകത്തിലെ ഭോജനം കഴിപ്പിക്കുന്നത്? നരകത്തിലേക്ക് വിളിക്കരുത്. ഇത് ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. ഓരോ കാര്യവും ജ്ഞാനത്തിന്റേതാണല്ലോ. ബാബയെ വിളിക്കുന്നു, ഞങ്ങളെ പതീതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റൂ. അപ്പോൾ തീർച്ചയായും പഴയ ശരീരം നശിപ്പിക്കേണ്ടി വരും. എല്ലാവരും മരിക്കും. പിന്നെ ആർക്ക് വേണ്ടി കരയും? ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് തന്റെ വീട്ടിലേക്ക് പോകും. എങ്ങനെ ഈ ശരീരം ഉപേക്ഷിക്കണം എന്നതിന്റെ പ്രാക്ടീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പുരുഷാർത്ഥം ലോകത്ത് ആരും ചെയ്യുന്നുണ്ടാവില്ല. ഇത് നമ്മുടെ പഴയ ശരീരമാണ് എന്ന ഈ ജ്ഞാനം നിങ്ങൾ കുട്ടികൾക്കുണ്ട്. ബാബയും പറയുന്നു, ഞാൻ പഴയ ചെരുപ്പിനെ ലോൺ എടുത്തിരിക്കുകയാണ്. ഈ രഥം തന്നെയാണ് ഡ്രാമയിൽ നിമിത്തമായിരിക്കുന്നത്. ഇത് മാറ്റാൻ സാധിക്കില്ല. ഇദ്ദേഹത്തെ നിങ്ങൾ വീണ്ടും 5000 വർഷങ്ങൾക്ക് ശേഷം കാണും. ഡ്രാമയുടെ രഹസ്യം മനസ്സിലായി കഴിഞ്ഞല്ലോ. ഇത് മനസ്സിലാക്കി തരാനുള്ള കഴിവ് ബാബയ്ക്കല്ലാതെ വേറെ ഒരാൾക്കുമില്ല. ഈ പാഠശാല വളരെ അത്ഭുതമാണ്. ഇവിടെ വൃദ്ധർ പോലും ഞങ്ങൾ ഭഗവാന്റെ പാഠശാലയിലേക്ക് ഭഗവാൻ ഭഗവതിയാകുന്നതിനായി പോകുന്നു എന്ന് പറയുന്നു. വൃദ്ധകൾ ഒരിക്കലും സ്കൂളിൽ പഠിക്കാറില്ല. നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയൂ, ഞങ്ങൾ ഈശ്വരീയ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്. അവിടെ ഞങ്ങൾ രാജയോഗം പഠിക്കുന്നു. അവർ അതിശയിച്ചു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കേൾപ്പിക്കൂ. ഞങ്ങൾ ഭഗവാന്റെ പാഠശാലയിലേക്ക് പോകുന്നുവെന്ന് വൃദ്ധരും പറയും. ഇവിടെ ഇതാണ് അത്ഭുതം. ഞങ്ങൾ ഭഗവാന്റെ അടുത്ത് പഠിക്കാൻ പോവുകയാണ്. ഇങ്ങനെ വേറെ ആർക്കും പറയാൻ സാധിക്കില്ല. ചോദിക്കും, നിരാകാരനായ ഭഗവാൻ പിന്നെ എവിടെ നിന്ന് വന്നു? കാരണം അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഭഗവാൻ നാമരൂപത്തിൽ നിന്ന് വേറിട്ടതാണ് എന്നാണ്. ഇപ്പോൾ നിങ്ങൾ വിവേകത്തോടെ കൂടെ പറയുന്നു, ഓരോ മൂർത്തിയുടെയും ഉത്തരവാദിത്വവും നിങ്ങൾക്കറിയാം. ഉയർന്നതിലും ഉയർന്നത് ശിവബാബയാണ്. ആ ശിവബാബയുടെ സന്താനങ്ങളാണ് നമ്മളെന്ന കാര്യം ബുദ്ധിയിൽ ഉറച്ചതാക്കണം. ശരി, പിന്നെ സൂക്ഷ്മവതനവാസികളായ ബ്രഹ്മ, വിഷ്ണു, ശങ്കർ നിങ്ങൾ കേവലം പറയാൻ വേണ്ടി മാത്രം പറയുന്നതാകരുത്. ബ്രഹ്മാവിലൂടെ എങ്ങനെയാണ് സ്ഥാപന എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കാണെങ്കിൽ നന്നായി അറിയാം. ജീവചരിത്രത്തെക്കുറിച്ച് നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും പറയാൻ സാധിക്കില്ല. തന്റെ ജീവചരിത്രം തന്നെ അറിയാത്തവർ മറ്റുള്ളവരുടേത് എങ്ങനെ അറിയും? നിങ്ങളിപ്പോൾ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ബാബ പറയുന്നു, എനിക്കെന്താണോ അറിയാവുന്നത് അത് നിങ്ങൾക്കും മനസ്സിലാക്കി തരുന്നു. രാജ്യഭാഗ്യവും ബാബയ്ക്കല്ലാതെ വേറെ ആർക്കും നൽകാൻ സാധിക്കില്ല. ഈ ലക്ഷ്മി നാരായണനും യുദ്ധത്തിലൂടെയൊന്നുമല്ല ഈ രാജ്യം നേടിയത്. അവിടെ യുദ്ധം ഉണ്ടായിരിക്കുകയില്ല. ഇവിടെയാണെങ്കിൽ എത്രയാണ് വഴക്കടിക്കുന്നത്? എത്രയധികം മനുഷ്യരാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഹൃദയത്തിൽ നിന്ന് വരണം. നമ്മൾ ബാബയിൽ നിന്ന് ഈ ദാതയിലൂടെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ആരിലാണോ പ്രവേശിക്കുന്നത് അദ്ദേഹത്തെ ഓർമ്മിക്കൂ എന്ന് പറയുന്നില്ല. ഇല്ല, പറയുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ.
ആ സന്യാസിമാർ പേര് സഹിതം അവരുടെ ഫോട്ടോ നൽകുന്നു. ശിവബാബയുടെ ഫോട്ടോ എന്താ, എടുക്കുമോ? ബിന്ദുവിന്റെ മുകളിൽ എങ്ങനെ പേരെഴുതും? ബിന്ദുവിന് മുകളിൽ ശിവബാബ എന്ന് എഴുതുകയാണെങ്കിൽ ബിന്ദുവിനേക്കാളും പേര് വലുതാകും. വിവേകത്തിന്റെ കാര്യമല്ലേ? അതിനാൽ കുട്ടികൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കണം. ശിവബാബ നമ്മെ പഠിപ്പിക്കുകയാണ്. ആത്മാവാണല്ലോ പഠിക്കുന്നത്. ആത്മാവ് തന്നെയാണ് സംസ്കാരമെടുത്ത് പോകുന്നത്. ഇപ്പോൾ ബാബ ആത്മാവിൽ സംസ്കാരം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ്. എന്താണോ ബാബ നിങ്ങളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ മറ്റുള്ളവരെയും ഇത് പഠിപ്പിക്കൂ. സൃഷ്ടിചക്രം ഓർമ്മിക്കൂ, ഓർമ്മിപ്പിക്കൂ. ഏത് ഗുണമാണോ ബാബയിലുള്ളത് അത് കുട്ടികൾക്കും നൽകുന്നു. പറയുന്നു, ഞാൻ ജ്ഞാനസാഗരം, സുഖസാഗരമാണ്. നിങ്ങളെയും ആക്കി മാറ്റുന്നു. നിങ്ങളും എല്ലാവർക്കും സുഖം നൽകൂ. മനസാ വാച കർമ്മണ ആർക്കും ദുഃഖം കൊടുക്കരുത്. എല്ലാവരുടെയും ചെവിയിലും ഈ മധുരമധുരമായ കാര്യം കേൾപ്പിക്കൂ. ശിവബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകും. ബാബ വന്നിരിക്കുന്നു എന്ന സന്ദേശം എല്ലാവർക്കും നൽകണം. ബാബയിൽ നിന്ന് ഈ സമ്പത്ത് നേടൂ. എല്ലാവർക്കും ഈ സന്ദേശം നൽകേണ്ടതുണ്ട്. അവസാനം പത്രക്കാരും ഇടും. ഇതാണെങ്കിലറിയാം. അവസാനം എല്ലാവരും പറയും, അല്ലയോ പ്രഭു, അങ്ങയുടെ ലീല. അങ്ങ് തന്നെയാണ് എല്ലാവർക്കും സദ്ഗതി നൽകുന്നത്. ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ച് എല്ലാവരെയും ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതും ഇന്ദ്രജാലമാണല്ലോ. അവരുടേത് അല്പകാലത്തേക്കുള്ള ഇന്ദ്രജാലമാണ്. ഇതാണെങ്കിൽ 21 ജന്മത്തേക്ക് മനുഷ്യനിൽ നിന്ന് ദേവതയാക്കി മാറ്റുന്നത് ആണ്. ഈ മന്മനാഭവയുടെ ഇന്ദ്രജാലത്തിലൂടെ നിങ്ങൾ ലക്ഷ്മി നാരായണനാകും. ഇന്ദ്രജാലക്കാരൻ, രത്നാകരൻ, ഈ എല്ലാ പേരുമുള്ളത് ശിവബാബയ്ക്കാണ്, ബ്രഹ്മബാബയ്ക്കല്ല. ഈ ബ്രാഹ്മണ ബ്രാഹ്മണിമാരെ എല്ലാവരെയും പഠിപ്പിക്കുകയാണ്. പഠിച്ച് പിന്നീട് പഠിപ്പിക്കുന്നു. ബാബ ഒറ്റയ്ക്ക് ആരെയും പഠിപ്പിക്കുന്നില്ല. ബാബ നിങ്ങളെ ഒരുമിച്ച് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ പിന്നീട് മറ്റുള്ളവരെയും പഠിപ്പിക്കുന്നു. ബാബ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബാബ തന്നെയാണ് രചയിതാവ്. കൃഷ്ണനാണെങ്കിൽ രചനയാണല്ലോ. സമ്പത്ത് രചയിതാവിൽ നിന്നുമാണ് ലഭിക്കുന്നത്, രചനയിൽ നിന്നല്ല. കൃഷ്ണനിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നില്ല. ഈ ലക്ഷ്മിയും നാരായണനും വിഷ്ണുവിന്റെ 2 രൂപങ്ങളാണ്. കുട്ടിക്കാലത്ത് രാധയും കൃഷ്ണനുമാണ്. ഈ കാര്യങ്ങളും വളരെ നന്നായി ഓർമ്മിക്കൂ. വൃദ്ധരും വളരെ തീക്ഷ്ണമായി പോവുകയാണെങ്കിൽ ഉയർന്ന പദവി നേടാൻ സാധിക്കുന്നു. വൃദ്ധകൾക്ക് പിന്നെയും കുറച്ചു മമത്വവും ഉണ്ടായിരിക്കും. തന്റെ തന്നെ രചനയുടെ രൂപത്തിലുള്ള വലയിൽ കുടുങ്ങിപ്പോകുന്നു. ഒരുപാട് പേരുടെ ഓർമ്മ വരുന്നു. അവരിൽ നിന്നെല്ലാം ബുദ്ധിയോഗം വിട്ട് പിന്നീട് ഒരു ബാബയിൽ യോജിപ്പിക്കണം. ഇതിൽ തന്നെയാണ് പരിശ്രമം. ജീവിച്ചിരിക്കെ മരിക്കണം. ബുദ്ധിയിൽ ഒരു തവണ അമ്പ് തറച്ചുവെങ്കിൽ അത് മതി. പിന്നീട് യുക്തിയോടുകൂടി പെരുമാറണം. ആരുമായും സംസാരിക്കരുത് എന്നല്ല, കേവലം ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കൂ. എല്ലാവരുമായും സംസാരിക്കൂ. അവരുമായും കേവലം ബന്ധം വയ്ക്കൂ. ബാബ പറയുന്നു, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ധാർമ്മികത വീട്ടിൽ നിന്ന് ആരംഭിക്കണം. അഥവാ ബന്ധമേ നിലനിൽക്കുന്നില്ല എങ്കിൽ അവരെ എങ്ങനെ ഉദ്ധരിക്കും? രണ്ടുമായും, അതായത് ലൗകികവും അലൗകികവും ബന്ധം നിറവേറ്റണം. ബാബയോട് ചോദിക്കുകയാണ്, വിവാഹത്തിന് പോകട്ടെ? ബാബ പറയും, എന്തുകൊണ്ട് പോയിക്കൂടാ? ബാബ കേവലം പറയുന്നു, കാമം മഹാശത്രുവാണ്. അതിൽ വിജയിക്കുകയാണെങ്കിൽ ലോകത്തെ ജയിച്ചവരായി മാറും. നിർവികാരി ആയിരിക്കുന്നത്
സത്യയുഗത്തിൽ തന്നെയാണ്. യോഗബലത്തിലൂടെ ജന്മമുണ്ടാകുന്നു. ബാബ പറയുന്നു, നിർവികാരി ആകൂ. ഒന്ന്, നിങ്ങൾക്ക് പക്ക ആയിരിക്കണം, നമ്മൾ ശിവബാബയുടെ അടുത്ത് ഇരിക്കുകയാണ്. ശിവബാബ നമുക്ക് 84 ജന്മങ്ങളുടെ കഥ കേൾപ്പിക്കുകയാണ്. ഈ സൃഷ്ടിചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആദ്യമാദ്യം ദേവീ ദേവതകൾ സതോ പ്രധാനത്തിൽ വരുന്നു. പിന്നീട് പുനർജന്മം എടുത്തെടുത്ത് തമോ പ്രധാനമായി മാറുന്നു. ലോകം പഴയതും പതീതവുമാകുന്നു. ആത്മാവും പതീതമാണല്ലോ. ഇവിടെയുള്ള ഒരു വസ്തുവിലും സാരം അടങ്ങിയിട്ടില്ല. എവിടെ സത്യയുഗത്തിലെ പൂക്കളും പഴങ്ങളും, എവിടെ ഇവിടത്തേത്? അവിടെ പുളിയുള്ളതും നാഴുന്നതുമായ ഒരു വസ്തുക്കളും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ അവിടത്തെ സാക്ഷാത്കാരം ചെയ്താണ് വന്നത്. നിങ്ങളുടെ മനസ്സിൽ തോന്നും, ഈ ഫലപുഷ്പാദികൾ കൊണ്ടുപോയാലോ എന്ന്. പക്ഷേ ഇവിടെ വരുമ്പോൾ തന്നെ അതെല്ലാം അപ്രത്യക്ഷമായി പോകും. ഈ സാക്ഷാത്കാരമെല്ലാം ചെയ്യിപ്പിച്ച് ബാബ കുട്ടികളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. നിങ്ങളെ പഠിപ്പിക്കുന്ന ആത്മീയ അച്ഛനാണിത്. ഈ ശരീരത്തിലൂടെ പഠിക്കുന്നത് ആത്മാവാണ്, ശരീരമല്ല. ആത്മാവിന് ശുദ്ധ അഭിമാനം ഉണ്ടായിരിക്കണം. ഞാനും ഈ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്, സ്വർഗത്തിന്റെ അധികാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സ്വർഗത്തിൽ പോകും. പക്ഷെ എല്ലാവരുടെയും പേരൊന്നും ലക്ഷ്മീനാരായണൻ എന്ന് ആവുകയില്ലല്ലോ. ആത്മാവാണ് സമ്പത്ത് നേടുന്നത്. ഈ ജ്ഞാനം ബാബയ്ക്കല്ലാതെ വേറെ ആർക്കും നൽകാൻ സാധിക്കില്ല. ഇത് യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ ചെറിയ കുട്ടികളും യുവാക്കളും എല്ലാവരും പഠിക്കുകയാണ്. ഇങ്ങനൊരു കോളേജ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് മനുഷ്യനെ വക്കീലും ഡോക്ടറുമൊക്കെ ആക്കുന്നു. ഇവിടെ നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നു. നിങ്ങൾക്കറിയാം, ബാബ നമ്മുടെ ടീച്ചറും സദ്ഗുരുവുമാണ്. ബാബ നമ്മെ കൂടെ കൊണ്ടുപോകും. പിന്നീട് നമ്മൾ പഠിപ്പിനനുസരിച്ച് സുഖധാമത്തിൽ വന്ന് പദവി നേടും. ബാബയാണെങ്കിൽ നിങ്ങളുടെ സത്യയുഗത്തെ ഒരിക്കലും കണ്ടിട്ടു പോലുമില്ല. ശിവബാബ ചോദിക്കുന്നു, ഞാൻ സത്യയുഗം കണ്ടിട്ടുണ്ടോ? കാണുക ശരീരത്തിലൂടെ ആയിരിക്കുമല്ലോ. ബാബയ്ക്കാണെങ്കിൽ തന്റേതായ ശരീരമില്ല. അപ്പോൾ എങ്ങനെ കാണും? ഇവിടെ നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുന്നു, കാണുന്നു. ഇത് മുഴുവൻ പഴയ ലോകമാണ്. ശരീരമില്ലാതെ ഒന്നും കാണാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഞാൻ പതീത ലോകത്തിൽ പതീത ശരീരത്തിൽ വന്ന് നിങ്ങളെ പാവനമാക്കി മാറ്റുന്നു. ഞാൻ സ്വർഗം കാണുന്നത് പോലുമില്ല. ആരുടെയെങ്കിലും ശരീരത്തിൽ ഒളിച്ചിരുന്ന് കാണും എന്നൊന്നുമില്ല. ഇല്ല, പാർട്ട് തന്നെ ഇല്ല. നിങ്ങൾ എത്ര പുതിയ പുതിയ കാര്യങ്ങളാണ് കേൾക്കുന്നത്. അതിനാൽ ഈ പഴയ ലോകത്തോട് മനസ്സ് വെക്കരുത്. ബാബ പറയുന്നു, എത്രത്തോളം പാവനമാകുന്നുവോ അത്രയും ഉയർന്ന പദവി ലഭിക്കും. ഓർമ്മയുടെ യാത്രയിലാണ് മുഴുവൻ കാര്യവും അടങ്ങിയിട്ടുള്ളത്. യാത്രയിൽ മനുഷ്യർ പവിത്രമായിരിക്കുന്നു. പിന്നെ തിരിച്ചു വരുമ്പോൾ വീണ്ടും അപവിത്രമായി മാറുന്നു. നിങ്ങൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കണം. അറിയുന്നു, പരിധിയില്ലാത്ത ബാബയിൽ നിന്നും നമ്മൾ പരിധിയില്ലാത്ത സ്വർഗത്തിന്റെ സമ്പത്ത് നേടുകയാണ്. അപ്പോൾ ബാബയുടെ ശ്രീമതത്തിലൂടെ നടക്കണം. ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമേ സതോ പ്രധാനമായി മാറുകയുള്ളൂ. 63 ജന്മത്തെ കറയാണ്. അത് ഈ ജന്മത്തിൽ ഇറക്കണം. വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. വിഷം കുടിക്കുന്നതിന് ആർക്കാണോ ദാഹം തോന്നുന്നത് അത് ഉപേക്ഷിക്കണം. അതിന്റെ ചിന്ത പോലും ഉണ്ടാവരുത്. ബാബ പറയുന്നു, ഈ വികാരത്തിലൂടെയാണ് നിങ്ങൾ ജന്മജന്മാന്തരം ദുഃഖികളായത്. കുമാരിമാരുടെ മേലും വളരെയധികം ദയ തോന്നുകയാണ്. സിനിമയ്ക്ക് പോകുന്നത് കൊണ്ട് തന്നെയാണ് മോശമാകുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് നരകത്തിലേക്ക് പോകുന്നത്. ബാബ പലരോടും പറയുന്നുണ്ട്,
കാണുന്നതിനോട് എതിർപ്പൊന്നുമില്ല. പക്ഷെ നിങ്ങളെ കണ്ട് മറ്റുള്ളവർക്കും പോകണമെന്ന് തോന്നും. അതുകൊണ്ട് നിങ്ങൾ പോകരുത്. ഇത് ഭാഗീരഥമാണ്, ഭാഗ്യശാലി രഥമാണല്ലോ. ആരാണോ നിമിത്തമായത്? ഡ്രാമയിൽ തന്റെ രഥം ലോൺ നൽകിയിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കി, ബാബ ഇതിൽ വരുന്നു. ഇതാണ് ഹുസൈന്റെ കുതിര. നിങ്ങളെല്ലാവരെയും മനോഹരമാക്കി മാറ്റുന്നു. ബാബ സ്വയം സുന്ദരനാണ്, പക്ഷെ ഈ രഥത്തെ എടുത്തിരിക്കുകയാണ്. ഡ്രാമയിൽ ഇദ്ദേഹത്തിന്റെ പാർട്ട് തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ ആത്മാക്കൾ ആരാണോ കറുത്തുപോയിരിക്കുന്നത് അവരെ ഗോൾഡൻ ഏജിലേക്ക് യോഗ്യരാക്കി മാറ്റുന്നു. ബാബയാണോ സർവശക്തിവാൻ, അതോ ഡ്രാമയോ? ഡ്രാമ. പിന്നെ അതിൽ അഭിനേതാക്കളിൽ സർവശക്തിവാൻ ആരാണ്? ശിവബാബ. അതിനുശേഷം രാവണൻ. പകുതി കൽപ്പം രാമരാജ്യം, പകുതി കൽപ്പം രാവണരാജ്യം. ഇടയ്ക്കിടയ്ക്ക് ബാബയ്ക്ക് എഴുതുന്നു, ഞങ്ങൾ ബാബയുടെ ഓർമ്മ മറന്നുപോകുന്നു, ഉദാസീനരായി പോകുന്നു. ഹേയ്, നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരിയാവാൻ വന്നിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഉദാസീനരായിരിക്കുന്നത്? പരിശ്രമിക്കണം, പവിത്രമായി മാറണം. അങ്ങനെ തന്നെ ഇരുന്നാൽ തിലകം തരാൻ പറ്റുമോ? സ്വയമേ സ്വയത്തിന് രാജതിലകം നൽകാൻ യോഗ്യത ഉണ്ടാക്കിയെടുക്കണം. ജ്ഞാന യോഗത്തിലൂടെ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. അപ്പോൾ താങ്കൾ സ്വയം തന്നെ തിലകത്തിന് യോഗ്യതയുള്ളവരായി മാറും. ബുദ്ധിയിലുണ്ടായിരിക്കണം, ശിവബാബ നമ്മുടെ മധുരമായ അച്ഛൻ, ടീച്ചർ, സദ്ഗുരുവാണ്. നമ്മെയും വളരെ മധുരമുള്ളവരാക്കി മാറ്റുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ കൃഷ്ണപുരിയിലേക്ക് തീർച്ചയായും പോകും. ഓരോ 5000 വർഷങ്ങൾക്ക് ശേഷവും ഭാരതം തീർച്ചയായും സ്വർഗമായി മാറുന്നു, പിന്നീട് നരകമായി മാറുന്നു. മനുഷ്യർ മനസ്സിലാക്കുന്നു, ആരാണോ ധനവാൻ അവർക്ക് ഇവിടെ തന്നെയാണ് സ്വർഗം, പാവങ്ങൾ നരകത്തിലാണ്. പക്ഷേ അങ്ങനെയല്ല, ഇത് തന്നെയാണ് നരകം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം. 1. സിനിമ നരകത്തിലേക്കുള്ള പാതയാണ്. അതിനാൽ സിനിമ കാണരുത്. ഓർമ്മയുടെ യാത്രയിലൂടെ പാവനമായി മാറി ഉയർന്ന പദവി നേടണം. ഈ ലോകത്തോട് മമത്വം വയ്ക്കരുത്. 2. മനസാ വാചാ കർമ്മണ ആർക്കും ദുഃഖം കൊടുക്കരുത്. എല്ലാവരുടെ ചെവിയിലും മധുരമധുരമായ കാര്യങ്ങൾ കേൾപ്പിക്കണം. എല്ലാവരിലും ബാബയുടെ ഓർമ്മ ഉണർത്തിക്കണം. ബുദ്ധിയോഗം ഒരു ബാബയുമായി യോജിപ്പിക്കണം. വരദാനം: സ്മൃതിയുടെ സ്വിച്ച് ഓൺ ചെയ്യുന്നതിലൂടെ സെക്കൻഡിൽ അശരീരി സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്ന പ്രീത ബുദ്ധിയായി ഭവിക്കട്ടെ. ആർക്കാണോ പ്രഭു സ്നേഹമുള്ളത് അവർക്ക് അശരീരിയാകുന്നത് 1 സെക്കൻഡിന്റെ കളി പോലെ ആയിരിക്കും. എങ്ങനെയാണോ സ്വിച്ച് ഓൺ ചെയ്താലുടനെ അന്ധകാരം സമാപ്തമാകുന്നത്, അതുപോലെ പ്രീത ബുദ്ധികളായി മാറി സ്മൃതിയുടെ സ്വിച്ച് ഓൺ ചെയ്താലുടൻ ദേഹത്തിന്റെയും ദേഹത്തിന്റെ ലോകത്തിന്റെയും സ്മൃതിയുടെ സ്വിച്ച് ഓഫ് ആകും. ഇത് സെക്കൻഡിന്റെ കളിയാണ്. വായിലൂടെ ബാബ എന്ന് പറയാൻ സമയം ആവശ്യമാണ്, എന്നാൽ സ്മൃതിയിലേക്ക് കൊണ്ടുവരാൻ സമയം എടുക്കില്ല. ബാബ എന്ന വാക്ക് പഴയ ലോകത്തെ മറക്കാനുള്ള ആധ്യാത്മിക ബോംബ് ആണ്. സ്ലോഗൻ: ദേഹാഭിമാനമാകുന്ന മണ്ണിന്റെ ഭാരത്തിൽ നിന്നും ഉപരിയായി നിൽക്കുകയാണെങ്കിൽ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി മാറും. അവ്യക്ത സൂചന: സത്യതയും സഭ്യതയുമാകുന്ന സംസ്കാരത്തെ സ്വായത്തമാക്കൂ. സങ്കല്പം, വാക്ക്, കർമ്മം, സംബന്ധ സമ്പർക്കങ്ങൾ എന്നിവയിലെല്ലാം ദിവ്യത അനുഭവം ചെയ്യുക എന്നതാണ്
സത്യത തിരിച്ചറിയാനുള്ള മാർഗം. ഞാൻ സദാ സത്യമേ പറയാറുള്ളൂ എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷെ വാക്കിലും കർമ്മത്തിലും ദിവ്യത ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് താങ്കൾ പറയുന്ന സത്യമായ കാര്യങ്ങൾ സത്യമാണെന്ന് തോന്നുകയില്ല. അതിനാൽ സത്യതയുടെ ശക്തിയിലൂടെ ദിവ്യത ധാരണ ചെയ്യൂ. എന്ത് തന്നെ സഹിക്കേണ്ടി വന്നാലും പരിഭ്രമിക്കരുത്. സത്യം സമയമനുസരിച്ച് സ്വയം പ്രത്യക്ഷമാകുക തന്നെ ചെയ്യും. ഓം ശാന്തി.